നമസ്കാരം, ഇത് IBN മലയാളം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയിട്ടില്ലെന്ന് ന്യൂഡൽഹിയിലെ യമൻ എംബസി വ്യക്തമാക്കി. മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് ഡോക്ടർ റഷാദ് അൽ അലിമി അംഗീകാരം നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ന്യൂഡൽഹിയിലെ യമൻ എംബസി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയെന്ന വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി എംബസി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ഹൂതി പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് നിമിഷപ്രിയയുടെ കേസ് നടന്നത്. നിമിഷപ്രിയയെ ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന സനാ ഹൂതികളുടെ അധികാരത്തിൽപ്പെട്ട പ്രദേശമാണ്. റിപ്പബ്ലിക് ഓഫ് യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ റഷാദ് അൽ അലിമി ഇതുവരെ ഈ വിധി അംഗീകരിച്ചിട്ടില്ലെന്നും യമൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാവുന്നു. യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. 2017 കേസിനാസ്പദമായ സംഭവം. 2020 സനായിലെ വിചാരണ കോടതിയാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പീൽ നൽകിയെങ്കിലും 2023 യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഈ അപ്പീൽ തള്ളുകയായിരുന്നു. എന്നാൽ ദയാധനം നൽകി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനും അവസരം നൽകി. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്തകൾ വന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇറാനും വിഷയത്തിൽ ഇടപെടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.